കണ്ടംപററി വിത്ത് ട്രഡീഷണൽ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ വർക്കാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഈ ഒരു വീടിൻ്റെ ലിവിങ് ഏരിയയിൽ എൽ ഷേപ്പിലായി സോഫ അറേഞ്ച്മെൻറ്റും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വാളായി പാർട്ടീഷൻ വാളും പിന്നെ ഒരു ചെറിയൊരു പ്രെയർ യൂണിറ്റ് വാളിന്മേൽ കൺസീൽഡ് ആയിട്ടും ചെയ്തിട്ടുണ്ട്. ലിവിങ്ങിൽ നിന്നും ഡയറക്റ്റ് എൻട്രി വരുന്നത് ഫാമിലി ലിവിങ് സ്പേസ് വിത്ത് ഡൈനിങ് ഹാളിലേക്കാണ്. കിച്ചൺ ഓപ്പൺ കിച്ചൺ മോഡലായിട്ടാണ് നൽകിയിരിക്കുന്നത്. 2 സീറ്ററോട് കൂടിയ കൗണ്ടർ അറേഞ്ച്മെൻറ്റ് നൽകാവുന്നതാണ്. അതുപോലെ തന്നെ ഫാമിലി ലിവിങ്ങിൻ്റെ അടുത്തായിട്ട് ഇതുപോലൊരു പാഷ്യോയും നൽകിയിരിക്കുന്നു. അത്യാവശ്യം നല്ല ആംബിയൻറ്റ് കിട്ടാവുന്ന തരത്തിൽ ഓപ്പൺ ആയിട്ടാണ് പാഷ്യോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കാണുന്നതാണ് ഈ ഒരു വീടിൻ്റെ ഡൈനിങ്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായി അകത്തോട്ട് തള്ളി ഒരു വാഷ് ബേസിനും നൽകിയിരിക്കുന്നു. കിച്ചൺ ഒരു ഗ്രീൻ തീമിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ഗ്രീൻ വിത്ത് വൈറ്റ്. ഇതാണ് വർക്ക് ഏരിയ വരുന്നത്. വർക്ക് ഏരിയയിൽ ഒരു വാഷിംഗ് മെഷീൻ്റെ പ്രൊവിഷനും നൽകിയിരിക്കുന്നു. കിച്ചൺ ഓപ്പൺ കിച്ചൺ മോഡലായി മോഡേൺ ടൈപ്പിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സീലിങ്ങിലെല്ലാം ജിപ്സം സീലിംഗ് വർക്കാണ് നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായി പർഗോള ഡിസൈൻ വർക്ക് നൽകിയിരിക്കുന്നു. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഈ ഒരു വീടിൻ്റെ ബെഡ്റൂം വരുന്നത്. അത്യാവശ്യം 12x13 ഫീറ്റിൻ്റെ ബെഡ്റൂം സ്പേസാണ് നൽകുന്നത്. റൈറ്റ് സൈഡിലായി കബോർഡും ഒരു സ്റ്റഡി ടേബിളും നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ ഡ്രസ്സിംഗ് സ്പേസിൽ ഒരു മിററും നൽകിയിരിക്കുന്നു. ഇതാണ് ഈ ഒരു വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. ഇതുപോലെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുന്നതിലൂടെ നമുക്ക് സീലിങ്ങിലുള്ള സ്പോട്ട് ലൈറ്റ് അതുപോലെ തന്നെ വാളുമ്മലും അതുപോലെ തന്നെ ഡ്രസ്സിംഗ് സ്പേസിലുമുള്ള ലൈറ്റിംഗ് വർക്കും കാര്യങ്ങളും കൺസ്ട്രക്ഷൻ ടൈമിൽ തന്നെ കൊടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് പിന്നീട് ഫിനിഷിംഗ് വർക്കിൽ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുമ്പോൾ വരുന്ന മെയിൻ്റനൻസ് വർക്കോ ഇപ്പോൾ നമ്മൾ ഒരു ലൈറ്റ് പോയിൻ്റ് നൽകണമെങ്കിൽ വരെ കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോഴാണ് നമുക്ക് ഈ ക്രാക്കും കാര്യങ്ങളൊക്കെ ഭാവിയിൽ വരുന്നത്. പിന്നീട് കട്ടിങ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഏരിയയിൽ മെഷ് ഇടാതെയാണ് പിന്നെ പ്ലാസ്റ്ററിങ് വർക്ക് ചെയ്യുക. അപ്പോഴാണ് ക്രാക്കും കാര്യങ്ങളും വരാൻ സാധ്യത കൂടുതൽ. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഈ ഒരു വീടിൻ്റെ ബാത്റൂമിൽ നൽകിയിരിക്കുന്നത് വാൾ മൗണ്ടഡ് WC ആണ്, നോർമൽ WC അല്ല. ഇതുപോലത്തെ WC കൊടുക്കുന്നതിലൂടെ നമുക്ക് ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ ഓപ്പറേറ്റ് ചെയ്യാനും ഏറ്റവും ഈസിയാണ്. ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്ത് ഒരു ഗ്ലാസ് പാർട്ടീഷനും നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ ഷവർ ഏരിയയിൽ നമുക്ക് സോപ്പും കാര്യങ്ങളും വയ്ക്കാൻ വേണ്ടി ഒരു സ്പേസും അതുപോലെ തന്നെ ഷാമ്പൂ കാര്യങ്ങൾ വയ്ക്കാൻ വേണ്ടിയിട്ടൊരു സ്പേസും സെപ്പറേറ്റ് നൽകിയിട്ടുണ്ട്.